ആരെയും ചെറുതായി കാണാതിരിക്കുക. മനുഷ്യൻ സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ ജീവിതയാത്രയിലുടനീളം പല ഘട്ടങ്ങളിലും മറ്റു മനുഷ്യരുടെ സഹായഹസ്തങ്ങൾ ആവശ്യമായി വരാറുണ്ട്. ജീവിതത്തിൽ മുന്നേറാൻ ആവശ്യമായ സഹായങ്ങൾക്ക് മാത്രമല്ല, പലപ്പോഴും ആപത്ഘട്ടങ്ങളിൽ പോലും മറ്റു മനുഷ്യരാണ് സഹായഹസ്തവുമായി വരേണ്ടി വരാറുള്ളത്. ഒരു ചെറിയ ഉദാഹരണം പലർക്കും അറിയുന്നതാണെങ്കിൽ പോലും അറിയാത്തവർക്ക് വേണ്ടി ആ ഒരു കഥ കൂടി ഇവിടെ പ്രതിപാദിക്കാം. ഒരു ഉറുമ്പ് ചെറിയൊരു നീർച്ചാലിൽ വീണുപോയി. ആ ഉറുമ്പിനെ സംബന്ധിച്ച് ഒരു നീർച്ചാൽ പോലും വലിയ പ്രളയം തന്നെയാണ്. ആ ഉറുമ്പ് ആ നീർച്ചാലിൽ ജീവൻ മരണ പോരാട്ടം നടത്തുകയാണ്. അത് ചത്തുപോകാനുള്ള സാധ്യത ഏറെയാണ്. ആ സമയത്താണ് ഒരു പരുന്ത് ഒരു മരക്കൊമ്പിലിരുന്ന് ഈ കാഴ്ച കാണുന്നത്. പരുന്തിന് നല്ല കാഴ്ച ശക്തിയാണെന്ന് നിങ്ങൾക്കറിയാം, അതിലേക്ക് വിശദീകരിക്കേണ്ട ആവശ്യകതയില്ല. പരുന്ത് ആ വെള്ളത്തിൽപ്പെട്ട് ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ആ ഉറുമ്പിനെ കാണുകയും ആ പരുന്ത് പറന്നു വന്ന് ഒരു ഇല കൊത്തിയെടുത്ത് ആ ഉറുമ്പിന്റെ മുന്നിൽ ഇട്ട് കൊടുക്കുകയും ആ ഇലയിൽ കയറി ഉറുമ്പ് രക്ഷപ്പെടുകയും ചെയ്തു. ഉറുമ്പ് കരക്കെത്തിയപ്പോൾ പരുന്തിനോട് പറഞ്ഞു, പരുന്തെ വളരെ നന്ദിയുണ്ട്, എൻ്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദിയുണ്ട്, എനിക്കും സാഹചര്യം കിട്ടിയാൽ ഞാൻ നിന്നെയും തിരികെ സഹായിക്കാമെന്ന്. ഇത് കേട്ടപ്പോൾ പരുന്ത് പറഞ്ഞു, ഡയലോഗ് അടിക്കാതെ പോടെ, നീ എനിക്ക് എന്ത് സഹായം ചെയ്യാനാണ്, നീ എന്നെപ്പോഴും ഒരു കുഞ്ഞൻ ഉറുമ്പ്, എനിക്ക് എന്ത് സഹായം ചെയ്യാനാണ് എന്ന് സ്വല്പം ഒരു അഹങ്കാരത്തോടെ പരുന്ത് പറഞ്ഞു. പക്ഷേ ഈ ഉറുമ്പിനെ ഒട്ടും അത് ഹേർട്ടായില്ല, ഉറുമ്പിന് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. കാരണം ജീവൻ രക്ഷിച്ച പരുന്താണല്ലോ. അപ്പോൾ ആ ഒരു നന്ദിയോടെ ഉറുമ്പ് നടന്നകുന്നു. പിന്നീട് കുറച്ചു കാലത്തിന് ശേഷം ഒരിക്കൽ ഈ ഉറുമ്പ് കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വേട്ടക്കാരൻ ഒരു മരത്തിന് മുകളിലേക്ക് തൻ്റെ ഗൺ ഉന്നം പിടിക്കുന്നത് കണ്ടു. മുകളിലേക്ക് നോക്കിയപ്പോൾ ഈ ഉറുമ്പ് ഞെട്ടിപ്പോയി. തന്നെ രക്ഷിച്ച ആ പരുന്തിന് നേർക്കാണ് ഈ വേട്ടക്കാരൻ ഉന്നം വെക്കുന്നത്. അപ്പോൾ ഈ പരുന്തിനെ രക്ഷിക്കാൻ വേണ്ടി ഈ വേട്ടക്കാരൻ്റെ കാലിൽ പോയി ഈ ഉറുമ്പ് ഒരു കടി വെച്ച് കൊടുത്തു. അപ്പോൾ ആ വെടിയുടെ ഉന്നം തെറ്റുകയും വെടി പൊട്ടുന്ന ഒച്ച കേട്ട് ആ പരുന്ത് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോഴാണ് ആ പരുന്തിന് താൻ മുൻപ് പറഞ്ഞ ആ അഹങ്കാര വാക്കിൻ്റെ വിഡ്ഢിത്തം മനസ്സിലായതും ആ പരുന്ത് താഴെ വന്ന്, ഉറുമ്പെ ക്ഷമിക്കണം, ഞാൻ അന്ന് പറഞ്ഞ അഹങ്കാരത്തിന് ക്ഷമിക്കണം, നീ എൻ്റെ ജീവൻ രക്ഷിച്ചതിന് നിന്നോട് ഞാനിതാ ഇപ്പോൾ നന്ദിയുള്ളവനായിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു എന്നാണ് കഥ. ഏതായാലും മനുഷ്യരായ നാം സാമൂഹ്യ ജീവികളാണ്. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും മറ്റു മനുഷ്യരുടെ സഹായഹസ്തങ്ങൾ ആവശ്യമായി വന്നേക്കാം. അതുകൊണ്ട് തന്നെ അവിടെ ചെറുത് വലുത് എന്നില്ല, ആരെയും ചെറുതായി കാണാതിരിക്കുക.